നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ പൂരത്തിന് സ്ഥിരമായിട്ട് വരുന്നതാണ്? തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർ തന്നെയാണ് വരാറുണ്ട്. എല്ലാ ദിവസവും ഈ ആദ്യ കടകപൂരം തൊട്ട് ആസ്വദിക്കാൻ എത്തുമോ? എത്താറുണ്ട്. ഒരു പൂര ആവേശത്തിലേക്ക് എത്തിയോ? ഒരു എനർജി ഇല്ലല്ലോ. പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കുടമാറ്റം ഇഷ്ടമാണ്. കുടമാറ്റം തന്നെയാണ്. ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. മേളപ്രേമിയാണോ? ഈ മേളപ്രേമികൾ ഒരുപാടുണ്ടല്ലേ. പൂരത്തിന്റെ പലതരത്തിലുള്ള ആസ്വാദനമുണ്ടല്ലോ. അത് കാഴ്ചയുടേതാണ്, അത് കേൾവിയുടേതാണ്, എല്ലാം ഉണ്ട്. പിന്നെ വെടിക്കെട്ടും കുടമാറ്റവും മേളം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ജനങ്ങളുടെ ആരവം കൂടെ ചേരുമ്പോഴാണ് പൂരാവുന്നത്. തീർച്ചയായിട്ടും. ഇതെങ്ങനെ ഈ ഗ്രൗണ്ട് നിറയോ? ഇന്ന് നിറയും. ഇന്നലെ തന്നെ നല്ല ആവേശമായിരുന്നു. ഈ വെയിലൊന്നും പ്രശ്നമില്ല. തൃശ്ശൂർക്കാർക്കും വെയിലൊന്നും പ്രശ്നമല്ല. പൂരാണ് ഗംഭീരാക്കണം, അത്ര തന്നെ. പൂരം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല ചിന്ത. നോക്കാറില്ല. അതെങ്ങനെ അവധിയൊക്കെ എടുത്ത് ഇറങ്ങിയോ? അല്ല, അവധി ആൾക്ക് തന്നെയാണ്. അവധി എടുത്ത് ഇറങ്ങുക തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പൂരപ്രേമികൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി ഈ ഘടകപൂരം ആദ്യ ഘടകപൂരമാണ് കണിമംഗലം ശാസ്താവിന്റേത്. ശാസ്താവ് വന്നു, ശാസ്താവ് തെക്കേ ഗോപുരം വഴി അകത്തേക്ക് കയറി. അപ്പോൾ ഇനിയുള്ളതെല്ലാം മറ്റ് ഘടകപൂരങ്ങൾ വരവിനുള്ള വരവനായുള്ള കാത്തിരിപ്പാണ്. നമുക്കറിയാവുന്ന പോലെ ഇലഞ്ഞിത്തറ മേളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനുശേഷം കുടമാറ്റം, രാത്രി വെടിക്കെട്ട്. പൂരപ്രേമികൾക്ക് ഹരം കൊള്ളുന്ന 36 മണിക്കൂറിനാണ് ഈ കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടി തുടക്കമായത്. ഇനിയുള്ള 36 മണിക്കൂർ അത് പൂരത്തിന്റേതാണ്, പൂര ആവേശത്തിന്റേതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരുപക്ഷെ ഈ പൂരപ്പറമ്പിലെത്തി കഴിഞ്ഞാൽ പൂരപ്രേമികൾക്ക് ഏറ്റവും സൂപ്പർ സ്റ്റാർ അത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ്. തെച്ചിക്കോട്ട് രാമനാണ് ഇത്തവണ നെയ്തലക്കാവലമ്മയുടെ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഘടകപൂരത്തിൽ നെയ്തലക്കാവലമ്മയുടെ തിടമ്പേറ്റുക. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ ചേരും. MG മിഥുൻ അവിടെ നിന്ന് ചേരും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഒപ്പം തന്നെ ഈ പൂരത്തിന്റെ കാഴ്ചകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നില്ല, തെക്കേ ഗോപുരങ്ങളുടെ മുന്നിൽ ഒരുപാട് പേർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞെത്തിയിട്ടുണ്ട്. അതിൽ നിരവധിയായിട്ടുള്ള അതിഥികളുണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മിനിസ്റ്റർ കെ രാജൻ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. പൂരത്തിന്റെ കാഴ്ചകൾ, വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് പൂരവിശേഷങ്ങൾ, പൂരവർത്തമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ പൂരപ്രേമികളുടെ ഇടയിലേക്ക് ഒന്നുകൂടി ഒരിക്കൽ കൂടി ഒന്നിടപെട്ടോട്ടെ. വേറൊന്നുമല്ല, നമ്മൾ ഈ പൂരം എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെയാണ്, കേൾവിയുടേതാണ്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പൂരത്തിന്റെ ഒരു ആരവം വരിക. പൂരം എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കണം നേരിട്ട്. പൂരം ഓഡിയോ വിഷ്വലാണ്. ഈ ഓഡിയോയും വിഷ്വലും തമ്മിൽ മാച്ച് ഉണ്ടാവും. ഭയങ്കര വിഷ്വലാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നാണ് തൃശ്ശൂർ പൂരത്തെ സായിപ്പ്മാരെ വിശേഷിപ്പിക്കുക. ഈ ഊഴിയിലെ ഏറ്റവും വലിയ കാഴ്ചയാണ്. അത് ആനയാണ്. ആന അതിന്റെ തലക്കെട്ട്. ആ കാഴ്ചക്ക് മാച്ച് ആവുന്ന വിഷ്വല് പഞ്ചവാദ്യം മേളമുള്ളൂ. അല്ല, ഓഡിയോ വേറെ ഇല്ല. അപ്പൊ അതിന്റെ ആ വലിയ ആന നടത്തുന്ന നാദസ്വരം വായിച്ചാൽ ഓഡിയോ നാദസ്വരം നല്ല വാദ്യമാണ്, പക്ഷെ ഇതിന് മാച്ച് ചെയ്യില്ല. അപ്പൊ ഇതിന് മാച്ച് ചെയ്യുന്ന വാദ്യാണ് എന്ത്? ഈ ചെണ്ടയും അതുപോലെ മേളവും പഞ്ചവാദ്യം. അത് ഈ പാണ്ഡ്യമേളത്തിന്റെ കൊലുമ്പല് എന്ന സാധനമാണ്. ഹൃദയം ആ കൊലുമ്പല് പഴയ ഓടിട്ട പെരമ മഴവെള്ളം വീഴും. അതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാക്കിയതാ പറ. അതിപ്പോ ഓടിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കില്ല. അപ്പൊ ഈ ഓട് പ്രകൃതിയുടെ റീക്രിയേഷൻ ആണല്ലോ ആർട്ട്. അപ്പൊ ഇത് കണ്ടിട്ട് കേട്ടിട്ടും ഒരു ഡിസൈൻ ചെയ്താ പറ. ഹൃദയം ശ്രദ്ധിച്ചാൽ ഓടുമ്പോ നല്ല കനത്ത മഴവെള്ളം വീഴുന്നതിന്റെ ഒരു റെസൊണൻസ്. എക്സാക്ട് ഇമിറ്റേഷൻ ആവില്ല, അത് പറ്റി സാധിക്കില്ല. അതിൽ കേൾക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി മറ്റത് ഈ ആനപ്രേമികളുടെ കൂടി ഒരു പ്രധാന സ്ഥലമാണല്ലോ പൂരസംഘം. തൃശ്ശൂർ നഗരം ശരിക്ക് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളും പൂരത്തിന് ആനാർത്ഥികളും. ഏതാണ് വേണം, ആനകളെ ഇങ്ങനെ അർത്ഥിച്ചു നടക്കും. ഈ ആനാർത്ഥികൾ വരുന്ന സ്ഥലമാണ് ശരിക്കും തൃശ്ശൂർ നഗരം. 2 ദിവസം ഹസ്തിനപുരമായി മാറും. ഹസ്തി എന്ന് പറഞ്ഞ ആന, ഹസ്തിനപുരം എന്ന് പറഞ്ഞ ആനകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിട്ട്. അത് മറ്റേ കോപ്പണിഞ്ഞ ആനകളുണ്ട്, കോപ്പണിയാത്ത ആനകളുണ്ട്. ആനയെ നഗ്നമായിട്ട് കണ്ടാലും ആനയെ വസ്ത്രണിയിച്ച് കണ്ടാലും എന്താണ് സൗന്ദര്യമാണ്. അതുകൊണ്ട് ആനകൾക്ക് ആന ബ്യൂട്ടീഷ്യന്മാർ. ആന ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ ആനയുടെ കോപ്പുകളുണ്ടല്ലോ, തലയെക്കെട്ട്, കോലം, പട്ടോട, വെഞ്ചാമര, ആലവട്ടം, കൈമണി, കാൽമണി, വള്ളമണി, കഴുത്തിലെ വട്ടക്കയറ്, ഇത്രയാണ് ഉപായത്തിൽ. ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് പണി വളരെയധികം ഉണ്ട്. വളരെ അവർക്ക് ഡിമാൻഡ് ഉണ്ട്. അവൾ വളരെ സൂക്ഷ്മ സൗന്ദര്യാത്മകമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി. അതാണ് പൂരത്തിന്റെ സട്ടിൽ ആസ്പെക്ട്. ഈ കോലത്തമ്മയുള്ള ഈ ഇത് നെറ്റിപ്പട്ടം തന്നെ ചൂരപ്പുളി, വണ്ടോട്, നാഗപടം 3 തരം നെറ്റിപ്പട്ടുണ്ട്. അത് അതിന്റെ ഡിസൈൻ നോക്കിയിട്ട് വർഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇതിൽ സൂക്ഷ്മ ആസ്വദിക്കേണ്ടവർക്ക് അത് ആസ്വദിക്കാം. വെറുതെ ആന കായ്ക്കാം, ആന ഇങ്ങനെ കണ്ട് ആസ്വദിക്കേണ്ടത് ആന കണ്ട് ആസ്വദിക്കാം, മേളം കേട്ട് ആസ്വദിക്കേണ്ടത് മേളം കേട്ട് ആസ്വദിക്കാം. 2 അടിക്കേണ്ടവർക്ക് തൃശ്ശൂര് ഇത് പൂട്ടിക്കുകയാണ്. പക്ഷെ പുറത്തു
പോയി അടിക്കാം. ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ ആസ്വദിക്കാവുന്ന ഒരു നമ്മൾ ഈ ബഹുസ്വരത എന്ന് പറയും, ഈ വെറൈറ്റി തൃശ്ശൂർ പൂരം എല്ലാ പൂരങ്ങൾക്കും ഉണ്ട്, പക്ഷെ വിശേഷിച്ച തൃശ്ശൂർ പൂരത്തിനുണ്ട്. ഈ എല്ലാവരും പറയും ഈ പൂരം, അത് പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ പറയും, പൂരം വരുവാണെങ്കിൽ അത് പൂർണ്ണമായും പൂരത്തെ പറ്റി ഉൾക്കൊണ്ട് പഠിച്ചിട്ട് വരണമെന്ന്. അല്ലെങ്കിൽ പൂരം ആസ്വദിക്കാൻ പറ്റില്ല. ഒരിടത്ത് മേളം നടക്കുമ്പോൾ മറ്റൊരിടത്ത് പൂരങ്ങളെ വരവുണ്ടോ? പൂർണ്ണമായിട്ട് ശരിയല്ല. പൂരത്തെ പറ്റി പഠിക്കുന്നത് നല്ല തന്നെ. പഠിക്കുമ്പോ അതിന്റെ മേളത്തിന്റെ ഇപ്പൊ കുഴമറിഞ്ഞ കാലം, തകർത്ത ഘട്ടം എന്ന് പറഞ്ഞ പാണ്ഡികജല ഘട്ടം, ഇതൊക്കെ ആസ്വദിക്കാം, ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഒന്നും അറിയാത്തവന് ഒരു ഏതെങ്കിലും പൂരം കണ്ടാൽ മതിയല്ലോ. ഒന്നും അറിയാത്തവന് ഏത് പൂരം അറിയില്ല. അപ്പൊ അവന് കാണുന്ന തന്നെ പൂരം തന്നെ പൂരം. അപ്പൊ കണിമംഗലം കണ്ടു, കണിമംഗലന്റെ മംഗലമായ കണി, അത് അസല് പൂരം. കുറച്ച് കഴിയുമ്പോൾ വേറെ വരും. ഇങ്ങനെ കാണുന്ന മുഴുവൻ ആസ്വദിക്കുന്നു, പഠിക്കാത്തവരും ആസ്വദിക്കുന്നുണ്ട്. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സവിശേഷത മേളത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് മേളം കൊണ്ടറിയില്ല. താങ്കൾക്കറിയോ? ഇല്ല. പക്ഷെ ഒരു കോല് പിഴച്ച ആയിക്കോട്ടെ ഏരിയയിൽ നമ്മൾ പറയും. ഇതെങ്ങനെ പറയണേ? ഇതാണ് പോതാത്ത കല. നമുക്ക് ഒരു പഠിപ്പ്, അത് വളരെ സങ്കീർണമാണ്. മേളം കൂട്ടാന്ന് പറഞ്ഞാൽ വളരെയധികം അഭ്യാസവും ക്ലേശവും ഒക്കെ ആവശ്യമുള്ള ഒരു കലയാണ്. പക്ഷെ അത് ആസ്വദിക്കാൻ ഒരു ക്ലേശം, കൂട്ടാനിലൊരു കഷ്ണം, വേവാത്ത കഷ്ണം നമ്മൾ പറയില്ല, ഇത് കായയുടെ വേവ് ശരിയില്ല. അതുമാതിരി ഈ കോല് പഴിച്ച് നമ്മൾ പറയും. അതറിയും, പറയില്ലേ? പിന്നെ ഇതാണ് അതിന്റെ ഡിസൈന്റെ മികവ്. ഈ ഒരുപക്ഷെ ഈ പൂരത്തിൽ ഏറ്റവും ആളുകളെ ഈ താല്പര്യം കൊള്ളിക്കുന്നത് ഈ വെടിക്കെട്ടാണോ മേളാണോ അതോ കുടമാറ്റം? ഡിപ്പെൻസ്. ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. വെടിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു ശരിക്കും സർഗാത്മക സ്ഫോടനം. ഇപ്പൊ സംഹാരാത്മക സ്ഫോടനമാണ്. അതിന് വരെ ഇത് സർഗാത്മകമായിട്ട് ആകാശത്ത് പൊട്ടിക്കുന്ന വെടിക്കെട്ടിന്റെ അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി മറ്റൊന്നേ, ഈ പൂരപ്പറമ്പിൽ ഒരു സൂപ്പർ സ്റ്റാർ എപ്പോഴും രാമനാണല്ലേ? പൂരപ്പറമ്പില് ഒരു സൂപ്പർ സ്റ്റാർ ചിക്കോട്ട് രാമേന്ദ്രന് എങ്ങനെ പോയാലും ലക്ഷണമൊത്ത ആനയുടെ ഒരു ഡിമാൻഡ്. അപ്പൊ ആനപ്രേമികൾക്ക് വേറെ ആനകൾ ഇഷ്ടമുള്ളവരുണ്ടാവാം. ഇതിന്റെ ഫാനൊക്കെ ഉണ്ട്, ആന ഫാൻസ്, ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്, എലിഫന്റ് ഫാൻസ് ഉണ്ട്. തൃശ്ശൂരാണ് കരിക്കുലമാണ്. കരി എന്ന് പറഞ്ഞ ആന, കരികളുടെ കുലം കരിക്കുലം. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കരിക്കുലം ആണ് ഈ കോപ്പണിഞ്ഞ ആനകളും അണിയാത്ത ആനകളും. ആനക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അപ്പൊ കുളിപ്പിക്കുക, ഇതൊക്കെ കാണാൻ ആന എങ്ങനെയാലും ആന തന്നെയാണ്. ഇത് നമ്മളൊരു കാർമ തലകെട്ട് കെട്ടിച്ച ഇന്നോവ കാറിന് ഏതാണ്ട് ഇതുമ്പോ ഒരു തലകെട്ട് കെട്ടിച്ചതിന് ഭംഗിണ്ടാവില്ല, ആടിനെ കെട്ടിച്ച ഭംഗിണ്ടാവും, ചെറിയ തലകെട്ടിന് ഭംഗിണ്ടാവും. ഇത് തലക്കെട്ട് കിട്ടുമ്പോ അതിന്റെ സൗന്ദര്യം, അത് ദൃശ്യം മനോജ്ഞത. പിന്നെ രാത്രിയിലത്തെ പന്തം, അതായത് ഒറ്റപ്പന്തം, മുപ്പന്തം, കയ്യുവിളക്ക്, അതിന് ദീപയഷ്ടിയാണ് തീവെട്ടിയായത്. യഷ്ടി എന്ന് പറഞ്ഞ വടി, ദീപമുള്ള വടി. അതിന് 6 നാഴി പന്തം എന്നാ പറയുക. അതായത് 3 ഈ ഭാഗത്ത് 3 ഈ ഭാഗത്ത് നടുക്ക് പുറത്തിരുന്ന 6 നാഴി. ഇതൊക്കെ കൂട്ടിയിട്ട് ജ്വലിക്കുമ്പോ ഇലക്ട്രിസിറ്റി പണ്ടില്ല. കലക്ക് നിലവിളക്കിന്റെ കോസ്റ്റ്യൂമില് കഥകളിയുടെ കോസ്റ്റ്യൂം തിളങ്ങും, അത് ആന എടുത്തിട്ട് തിളങ്ങും, ബാക്കി കൂടി ഇരുട്ടാണല്ലോ. ഇപ്പൊ ആകലയിച്ചിട്ട് കാരണം ഇതിന്റെ ഈ ആസ്വാദനത്തിന് എന്തായാലും ഊനം കിട്ടിയത്. ഈ പഴയ കാലം തിരിച്ചുകൊണ്ട് സാധ്യമല്ല, പക്ഷെ അതിന്റെ ഈസ്തെറ്റിക്സ് അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇതൊക്കെ പറഞ്ഞറിയും കേട്ടറിയുന്ന കാര്യത്തില്. ശരി, വീണ്ടും കാണണം ഞങ്ങളിവിടുന്ന്. ശരി, അപ്പൊ എന്തായാലും ഈ പൂരത്തിന്റെ കാഴ്ചകൾ, പൂരത്തിന്റെ വിശേഷങ്ങൾ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് പേർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഇവിടെ ഇനിയുള്ള ഘടകപൂരങ്ങളൊക്കെ കാണുന്നത്.